നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്: സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ തുക വർദ്ധിപ്പിക്കുമോ എന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു സർക്കാരിനോട്. ഇതിൽ സർക്കാർ ഒരു ഔദ്യോഗികമായിട്ട് തന്നെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. ഇത്രയും തുക വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യം, സാമ്പത്തിക ഭദ്രത നമ്മുടെ സംസ്ഥാനത്തിനില്ല. അതുകൊണ്ട് തന്നെ പടിപടിയായി ഉയർത്തുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, നിലവിൽ ഇപ്പോൾ സർക്കാർ ഭരണകാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പെൻഷൻ തുകയിൽ ഇനിയും വർധനമുണ്ടാകും. 100 രൂപയുടെയും 200 രൂപയുടെയും ഒക്കെ ഒരു വർധനവായിരിക്കും ഉണ്ടാവുക. 1700, 1800 എന്നിങ്ങനെ പടിപടിയായിട്ടായിരിക്കും തുക വർദ്ധിപ്പിക്കുക. കൂടുതൽ സാമ്പത്തിക വെല്ലുവിളി ഉണ്ടാവാത്ത രീതിയിൽ എല്ലാവർക്കും പ്രതിമാസം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇനി പെൻഷൻ വാങ്ങുന്നവർക്ക് 2025-26 സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ബയോമെട്രിക് മസ്റ്ററിങ് അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 25-ാം തീയതി, ജൂൺ മാസം 25-ാം തീയതി ആരംഭിക്കും. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും ഓഗസ്റ്റ് 24 വരെയാണ് ഇത് ചെയ്യാനായിട്ട് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശമുണ്ട്. ഈ കാലയളവിൽ മസ്റ്ററിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ഈ സമയത്തൊക്കെ അനുവദിക്കുന്നത് കിട്ടും. പിന്നീട് ഓഗസ്റ്റ് 24-ാം തീയതിക്കൊക്കെ ശേഷം, അതായത് സെപ്റ്റംബർ മാസം മുതലാണ് പെൻഷൻ മസ്റ്ററിങ് ഒക്കെ ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം മസ്റ്ററിങ് പൂർത്തിയാക്കാൻ. ഇതിനുവേണ്ടി നിശ്ചിത ഒരു ഫീസ് ഉണ്ടാവും. 30 രൂപ മുതൽ 50 രൂപ വരെയുള്ള ഒരു ഫീസ് ആയിരിക്കും ഈടാക്കുക. ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കൂടി ചേർത്ത് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് 1100 രൂപ അല്ലെങ്കിൽ 1300 രൂപ അല്ലെങ്കിൽ 1400 രൂപയൊക്കെ ആയിരിക്കും അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ബാക്കി തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതുമാണ്. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ചിലർക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എനേബിൾ അല്ലായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാത്തത്. ഇനി മാസങ്ങളോളം ഇത്തരത്തിൽ തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ നൽകുക. ഇനി ഇത്തരത്തിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകാത്തവരുണ്ടെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്കുള്ള റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ജൂൺ മാസം 9-ാം തീയതി മുതൽ റേഷൻ കടകൾ വഴിയുള്ള റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കാർഡ് ഉടമകൾ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട്, മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നാളെ മുതൽ നടക്കുന്നത്. സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചിട്ടുമുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കെല്ലാം ഭൂജല വകുപ്പ് കുഴൽ കിണറുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. നിലവിൽ സാങ്കേതികപരമായിട്ട് നിർമ്മാണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 75% തുക തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് 50% വരെ സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. കൃഷി വകുപ്പ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഹാജരാക്കിയാണ് ഇത്തരം സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നത്, കാർഷിക സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതി ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും അപേക്ഷകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. ഭൂജല വകുപ്പാണ് ഇതിൻ്റെ നിർവഹണ ചുമതല ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്കീം ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ സൗജന്യ അപ്ഡേഷനുള്ള സമയപരിധി ജൂൺ മാസം 14-ാം തീയതിയോടെ അവസാനിക്കും. ഫോൺ വഴി നമുക്ക് ഓൺലൈനായിട്ട് ഇത് ചെയ്യാനുള്ള സമയപരിധിയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഒരു തിരിച്ചറിയൽ രേഖ, അതോടൊപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി, അഡ്രസ് പ്രൂഫ്, ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോൺ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.